ആലുവ താലൂക്ക് NSS യൂണിയന്റെ ഒരു വർഷം നീണ്ടുനിന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് ആലുവ താലൂക്ക് NSS വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത്. 72 കരയോഗങ്ങളിൽ നിന്നുമായി 3000-ലധികം സ്ത്രീകൾ അണിനിരുന്ന മെഗാ തിരുവാതിര 20 മിനിറ്റ് നീണ്ടുനിന്നു. ഭക്തിയാദരപൂർവ്വം ആലുവ മഹാദേവന്റെ മുമ്പിൽ നിറപറയും നിലവിളക്കും അഷ്ടമംഗല്യവും വെച്ച അതിനു ചുറ്റിലായി വട്ടത്തിൽ പാട്ടിന്റെ താളത്തിനൊപ്പം ചുവടുവെച്ച ലാസ്യ ഭാവങ്ങളോടെയുള്ള ആയിരങ്ങളുടെ തിരുവാതിരകളി ഗണപതി, സരസ്വതി, പദം, കുമ്മി, കുറുത്തി, വഞ്ചി, മംഗളം എന്നിങ്ങനെ സ്ത്രീശക്തിയുടെ രൂപഭാവ പരിണാമങ്ങളിലൂടെ കടന്നുപോയി. മദ്യ മയക്കുമരുന്ന് ലഹരിക്കെതിരെ അമ്മമാരും സഹോദരിമാരും ചേർന്ന പ്രതിരോധത്തിന്റെ ശക്തി ദുർഗം തീർത്തു. മെഗാ തിരുവാതിരക്ക് മുമ്പ് നടന്ന പൊതുയോഗം വ്യവസായ നിയമവകുപ്പ് മന്ത്രി P. രാജീവ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയൊരു വലിയ ഒത്തുചേരൽ തിരുവാതിര എന്ന രൂപത്തിൽ അത് അത്യപൂർവമായിട്ടാണ്. എന്നാൽ ഒരു വലിയ ക്യാമ്പയിന്റെ അവസാനം എന്ന് പറഞ്ഞെങ്കിൽ കൃത്യമായി തന്നെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. കുറെ കൂടി ഊർജം നേടാനുള്ള തുടക്കമായിട്ടാണ് ഈ മെഗാ തിരുവാതിര. ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ജനശക്തിയുടെ ഉണർച്ചയുടെയും ഉയർച്ചയുടെയും പ്രതീകമാണ്. അതിന് നേതൃത്വം നൽകിയതിന് ആലുവ NSS യൂണിയനെ ഗവൺമെന്റിന് വേണ്ടിയും ഈ നാടിനു വേണ്ടിയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരി ഇന്ന് വലിയൊരു വിപത്തായി സമൂഹത്തിലാകെ മാറിയിട്ടുണ്ട്. നിയമസഭയിൽ ഒരു പ്രത്യേകമായി തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്ന് അതിവിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ട ആവശ്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് ശേഷം ഒരു പ്രമേയം തന്നെ അംഗീകരിക്കുകയുണ്ടായി. എല്ലാവരും ചേർന്നെടുക്കേണ്ട ദൗത്യമാണത്. അത് രാഷ്ട്രീയ വ്യത്യാസം പാടില്ല, മതവ്യത്യാസം പാടില്ല, ജാതി വ്യത്യാസം പാടില്ല, ലിംഗവ്യത്യാസം പാടില്ല. മുഴുവൻ മലയാളിയും ഒരേ മനസ്സോടുകൂടി ഏറ്റെടുക്കേണ്ട ദൗത്യമാണ്. മയക്കുമരുന്നിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും ഈ വിഷയത്തിൽ ആലുവ താലൂക്ക് NSS യൂണിയന്റെ ധീരമായ നിലപാടിനും പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും ആലുവ NSS യൂണിയൻ പ്രസിഡന്റുമായ AN വിപിനേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഏത് മിഷനറിയോടും കിടപിടിക്കാവുന്ന രീതിയിൽ ലഹരിക്കെതിരെ നമ്മൾ നടത്തിയ ഏറ്റവും വലിയ ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് നമ്മൾ നടത്തിയത്. അതിന്റെ സമാപനം എന്ന നിലയ്ക്ക് മണപ്പുറം നിശ്ചയിച്ചപ്പോ 9 മാസം മുമ്പ് നിശ്ചയിച്ചപ്പോ, ഏപ്രിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്, നിശ്ചയിച്ചപ്പോ ഈ മണപ്പുറം അന്ന് ഇതിലും എത്രയോ ഭേദമായിരുന്നു എന്ന് ഞാൻ വളരെ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസവും കൂടി ഈ മണപ്പുറത്ത് നടന്ന കൊലപാതകം ലഹരിയുടെ പേരിലായിരുന്നു. ലഹരി കച്ചവടങ്ങളുടെ കൂത്തരങ്ങായ ലഹരിക്ക് കുടുംബങ്ങളുടെ വാതിലുകളിൽ പോലും കടന്നു കയറാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ആലുവയും പെരുമ്പാവൂരും ഒക്കെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ അമ്മമാരോടും സഹോദരിമാരോടും ലഹരിയെ പടിക്ക് പുറത്തു നിർത്താൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘടനാ പ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. യോഗത്തിൽ പ്രശസ്ത സിനിമാ താരവും ക്ലാസിക്കൽ ഡാൻസറുമായ ഊർമിള ഉണ്ണി, ബെന്നി ബെഹനാൻ MP, MLA-മാരായ അൻവർ സാദത്ത്, റോജി M. ജോൺ, താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി PS വിശ്വംഭരൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് PS വിജയലക്ഷ്മി, സെക്രട്ടറി മഞ്ജു കൃഷ്ണകുമാർ, പ്രതിനിധി സഭാംഗങ്ങളായ P. നാരായണൻ നായർ, K. ജയ, J. ഹരികുമാർ എന്നിവർ സംബന്ധിച്ചു. ഏവർക്കും ചന്ദ്രൻസിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ചന്ദ്രൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്, ചൂണ്ടി, ആലുവ. നക്ഷത്ര തിളക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. ഏവർക്കും സിൻഡ്രല്ലയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു.
അതെ, നിങ്ങളുടെ മനസ്സിനിണങ്ങിയ പാദരക്ഷകൾ, ഫാൻസി കോസ്മെറ്റിക്സ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത്. ഈ ആഘോഷ നാളുകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം. പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻഡ്രല്ല പ്രണാമം കോംപ്ലക്സ്, ചൂണ്ടി, ആലുവ. കോൺടാക്ട് നമ്പർ 8111872154.